the communication of God. The Gospel according to St. John chapter 1, verse 14. And the Word became flesh and dwelt among us. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. The incarnation is the ultimate communication of God to humanity. ദൈവം മനുഷ്യരാശിയോടുള്ള തൻ്റെ സംഭാഷണത്തെ കാണിച്ചു നൽകുന്നത് തൻ്റെ മനുഷ്യാവതാരത്തിലൂടെയാണ്. In the person of Jesus Christ, the eternal Word who spoke creation into being became flesh. നിത്യമായ വചനം യേശു ക്രിസ്തു, തൃത്വത്തിൽ രണ്ടാമൻ, ഇതാ ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. The Word entered our world, becoming one of us so that we might know the heart of God. വചനം ജഡമായി നമ്മുടെ ഇടയിൽ നമ്മളെപ്പോലെ ആയിത്തീർന്നത് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. This is not just a message, but the message. God's living and loving revelation of Himself. ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹമേറിയ തൻ്റെ വെളിപ്പെടുത്തലാണ് മനുഷ്യാവതാരം. The manger becomes the pulpit from which God proclaims His love, calling us to respond not with mere acknowledgement, but with transformation. ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് ഇന്ന് പ്രസംഗപീഠമാകുകയാണ്. ദൈവം അവിടെ നിന്ന് തൻ്റെ സ്നേഹത്തെ പ്രഖ്യാപിക്കുന്നു. നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ മനുഷ്യാവതാരത്തെ തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമല്ല, പിന്നെയോ മനുഷ്യാവതാരത്തിലൂടെ നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുവാൻ വേണ്ടിയാണ്. Our faith must move beyond words to action. നമ്മുടെ വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് കർമ്മമായി തീരണം. If the Word became flesh to dwell among us, we are called to let His Word take flesh in us, living lives that reflect His love, truth and grace. ഈ വചനം നമ്മുടെ ഇടയിൽ ജഡം എടുത്ത് പാർത്തുവെങ്കിൽ ആ വചനം നമ്മളിലൂടെ അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ സത്യത്തെയും അവൻ്റെ കൃപയും നമ്മൾ വേണം ജീവിച്ചു കാണിക്കുവാൻ. How we communicate God's love to the world through kindness, service and humility becomes our response to His incarnation. ദൈവം മനുഷ്യനായി തീർന്നു, അതിനോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് ലോകത്തിൽ നമ്മൾ കാണിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ താഴ്മ. Saint Athanasius writes, quote, "The Word became man so that we might become divine. He took on what is ours so that He might give us what is His. We see the fullness of God's love, spoken not in words alone, but in life itself." End quote. നമ്മളായിരിക്കുന്നത് അവനായി തീർന്നിരിക്കുന്നു. ആയതിനാൽ നമ്മൾ ഓരോരുത്തരും അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് മനുഷ്യാവതാരത്തിൻ്റെ വലിയ സത്യം. Lord Jesus Christ, help us to communicate your love to the world, not merely in words but in actions that reflect your grace and truth. ദൈവമായ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ വാക്കുകളിലൂടെ മാത്രമല്ല, ഞങ്ങളുടെ ജീവിത കർമ്മങ്ങളിലൂടെ, അവിടുത്തെ കൃപയിലൂടെ അത് ഞങ്ങൾക്ക് സാധിച്ച് തരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.